ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. എല്ലാ രാജ്യങ്ങളിലും വേറെ വേറെ സമയമല്ലേ, അതുകൊണ്ടാണ് ഞാൻ എല്ലാ സമയവും പറഞ്ഞത്. അപ്പോൾ വെൽക്കം ടു ന്യൂ വ്ലോഗ് ബൈ ബ്രിറ്റ്സ് ലൈഫ് ബൈ ശ്രുതി ആൻഡ് ആശിഷ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്നൊരു പുതിയൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇന്നൊരു സെമെട്രി കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. സെമെട്രി അപ്പോൾ എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമൊന്നുമല്ല. നാട്ടിലായപ്പോഴും ഞാൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല. എനിക്ക് തന്നെ പോകാൻ അല്പം പേടിയുള്ള ഒരു സ്ഥലമൊക്കെ കൂടിയാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഫാമിലിയിൽ അങ്ങനെ പ്രയേഴ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ മാത്രമേ എല്ലാവരും കൂടി പോകാറൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബ്രിട്ടനിലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബ്രിട്ടീഷ് സെമെട്രി കാണാനായിട്ടാണ്. അടിപൊളി ഒരു ഇതായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും അത് പള്ളിയുടെ വകയും, അതായത് പൊതു ശ്മശാനമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പം ഒരുപാട് പേരെ ഇവിടെ അടക്കിയ ഒരു സെമെട്രിയാണ്. നല്ല അടിപൊളിയായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയും നീറ്റായിട്ടും അതിന് മെയിൻറ്റെനൻസും എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു സെമെട്രിയാണ്. അപ്പോൾ ഞാനത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സണ്ണി ഡേ ആണിന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മരങ്ങളും കാഴ്ചകളും ഒക്കെ ഉള്ളിടത്ത് നല്ലൊരു വ്യൂവും കൂടെ കിട്ടും. നോർമലി നമ്മളിവിടെ വരുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പാണ്. പക്ഷേ ഇന്ന് നല്ലൊരു വെയിൽ അത്യാവശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ചൂടൊന്നുമില്ല, എന്നാലൊട്ട് തണുപ്പുമില്ല. അപ്പോൾ നമുക്ക് സെമെട്രീൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഒരു വ്യൂ വരുന്നത്. നമ്മുടെ മിഡിൽ സൈഡ് എന്ന് പറയുന്ന ഇതാണ്. ഇവിടെ നല്ലൊരു വലിയൊരു കുരിശിൻ്റെ ഭാഗം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ സെക്ഷനായിട്ട് അവരിങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടം തൊട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോരോ ഇത് മുഴുവൻ ഞങ്ങൾ ഏകദേശം ഒരു മിഡിൽ ഭാഗത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചുറ്റി കാണാനായിട്ട് ഫുള്ള് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുകയാണ് അവരിങ്ങനെ. അപ്പോൾ 4 സെക്ഷനായിട്ട് ഭാഗിച്ചിട്ട് അവരിങ്ങനെ നമ്മളിപ്പോൾ ഒരു മിഡിൽ സൈഡിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഒരുപാട് പേരെ അടക്കിയിട്ടിരിക്കുന്നൊരു സ്ഥലമാണ്. നമുക്കങ്ങനെ ഒരുപാട് ഒച്ചത്തിലൊന്നും സംസാരിക്കാനില്ല. ഇവിടെ ഇംഗ്ലീഷുകാരൊക്കെ എപ്പോഴും വന്ന് അവർ പ്രാർത്ഥിക്കുകയും മെയിൻറ്റെയിൻസ് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ സ്ഥലമാണ്. അപ്പം ഇതൊക്കെ ഓരോരുത്തരും ഇങ്ങനെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. അവരിങ്ങനെ പൂക്കളൊക്കെ വെച്ചിട്ട് ക്യാൻഡിൽസൊക്കെ വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് അവരുടെ ലവിങ് മെമ്മറി ഓഫ് പേഴ്സൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ട് ഇങ്ങനെ മാർബിളൊക്കെ വെച്ച് അവർ നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പുല്ലൊക്കെ മുറിച്ച് അതിന് അവർ മെയിൻ്റനൻസ് ഫീ കൊടുക്കുന്നുണ്ടാവും. ഇത് കൗൺസിലിൻ്റെ വക ആയതുകൊണ്ട് തന്നെ. എങ്കിൽ തന്നെ നമ്മൾ ആ കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിന് അവർ തക്കതായ ഇതൊക്കെ ചെയ്തിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഇട്ടിരിക്കുന്നതും. ഇവിടെ അതുപോലെ 2 വശത്തായിട്ട് നമുക്കിങ്ങനെ നടക്കാനായിട്ട് നല്ല ഒരു ഫുട് പാത്ത് തന്നിട്ടുണ്ട്. നല്ല 2 വശങ്ങളിലുമായിട്ടാണ് ഇങ്ങനെ അടക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇരിക്കാനായിട്ട് ഇവിടെ വന്ന് കുറച്ച് ഇരിക്കേണ്ട ആൾക്കാർക്ക്, നമുക്ക് നോർമലി നമ്മൾ നാട്ടിലൊന്നും അങ്ങനെ സെമെട്രി പോയിട്ട് കുറച്ച് നേരം ഇരിക്കുമോ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും പ്രയറിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരും, അങ്ങനെയാണ് ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ഫ്രീ ഉള്ള ദിവസങ്ങളിലൊക്കെ വന്ന് അവർ കുറച്ച് നേരം ഇങ്ങനെ സെമെട്രിയിലൊക്കെ ഇങ്ങനെ വന്നിരുന്ന് ഒരു പീസായ ഒരു ഇതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, അതുപോലെ ഒരുപാട് പേര് വിസിറ്റ് ചെയ്യാനായിട്ട് തന്നെ വരുന്നുണ്ട്. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മളെപ്പോലെയുള്ളവരൊക്കെ വേറൊരു രാജ്യത്തുനിന്ന് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്തൊരു തരം സെമെട്രി അല്ലേ. അപ്പം നമുക്കിത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് തോന്നാറുണ്ട്. അവർ ഇത്രയും ഭംഗിയായിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്ത് ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ആണ് ഇവരെക്കുറിച്ച് തന്നെ വരിക. അപ്പോൾ അപ്പുറത്ത് നല്ല മെയിൻ റോഡ് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് മരങ്ങളൊക്കെ ഇല പൊഴിച്ച് സമ്മറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചില മരത്തിലൊക്കെ ഇലയുണ്ട്. അപ്പം അതൊക്കെ ഓരോ മരങ്ങളുടെ അനുസരിച്ചാണ് വരുന്നത്.
ഒരുപാട് പേരെ ഇവിടെ അടക്കിയിട്ടുണ്ട്. പള്ളികളിൽ നിന്നായാലും പല പല പള്ളികളിൽ നിന്ന് ആൾക്കാരെ മരിച്ചിട്ട് ഇവിടെയാണ് അടക്കുന്നതും പിന്നെ പബ്ലിക്കായ ആൾക്കാരെ അടക്കുന്നതുമായപ്പോൾ ഒരുപാട്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 1000 ആൾക്കാരിവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ചെറിയ ചെറിയ മാലാഖകളെയും ഒക്കെ വെച്ചിട്ടുണ്ട്. അവരുടെ മകൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് പാരൻസ് വെച്ചിരിക്കുന്ന ഒരിതാണ്. അടിപൊളിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു കാര്യം അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് അത് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്നത്. അവരിപ്പോഴും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഓർത്തിരിക്കുന്നത് കൊണ്ടാണല്ലോ അവർക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ തന്നെ ഒരു മനസ്സ് ഉള്ളത് തന്നെ. അപ്പം ഇവിടെ ആയാലും അവരിങ്ങനെ മെമ്മറീൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. പൂക്കളായാലും പല രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കംപ്ലീറ്റായിട്ട് മാർബിൾ പീസ് വെച്ചിട്ട് ഈ സ്ഥലങ്ങളിൽ മുഴുവൻ ഇങ്ങനെ അടക്കിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കാനുള്ള സ്പേസും ഈ ഒരു സ്പേസിൽ അവർ വെച്ചിരിക്കുന്ന ചെറിയൊരു മാർബിൾ പീസ് ചെറുതായ ഒരിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തോന്നുന്നു എന്തെങ്കിലും സ്പെഷ്യലായ എന്തെങ്കിലും ഒരു മെമ്മറി ഇത് അവരെടുത്തുകൊണ്ട് വന്നിട്ട് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇങ്ങനെ ചെറിയ അധികം ഗ്യാപ്പില്ലാതെ ചെറിയ മാർബിൾ പീസിൽ പേരും ഇതൊക്കെ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ അവർ ഇരിക്കാനായിട്ടൊരു സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ആരെങ്കിലും റിലാക്സ് ചെയ്ത് വരുവാണെങ്കിൽ, സണ്ണും അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ മഴയും വെയിലും ഒന്നും കൊള്ളാതെ ഇരിക്കാനായിട്ടും, അതുപോലെ പ്രായമുള്ള ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ അവർക്ക് റെസ്റ്റ് എടുക്കാനുമായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് അവരിവിടെ തന്നിരിക്കുന്നത്. അപ്പം നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണും. അപ്പർ സൈഡൊക്കെ വരുന്ന അഡൽട്ട്സാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിന് സത്യം പറഞ്ഞ ഒരു ഭയങ്കര വിഷമം തോന്നി. വീഡിയോ എടുക്കണോ വേണ്ടയോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. കാരണം നമ്മളൊരു കണ്ടൻറ്റിന് വേണ്ടി എടുക്കുകയാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരാൻ പാടില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഒരു വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന തിരിച്ചു വഴിക്ക് ഇത്ര അടുത്തൊരു സെമിട്രി ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ലല്ലോ, വെയിലുണ്ടല്ലോ എന്ന് ചുമ്മാ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഈ സൈഡ് മുഴുവൻ നമ്മുടെ കുഞ്ഞുമക്കളെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കാണാം, ഭയങ്കര വിഷമം തോന്നും. ജനിച്ച് 1 വയസ്സും 2 വയസ്സും ഒക്കെ അധികം ജീവിക്കാൻ പറ്റാത്ത മക്കളൊക്കെ അസുഖം വന്നതായിട്ടൊക്കെ മരിച്ചതായിരിക്കാം. അങ്ങനെ ആ മക്കളുടെ ബർത്ത്ഡേക്കും അങ്ങനെയുള്ള ഇതിനുമൊക്കെ വേണ്ടി അവർ മെമ്മറിക്കും ഹാപ്പി ബർത്ത്ഡേൻ്റെ ബലൂൺസുകളൊക്കെ വെച്ച് കാറ്റാടിയൊക്കെ വെച്ച് പാരൻസ് വന്ന് അത് എത്രയും അവർക്ക് കഴിയുന്നത്ര രീതിയിൽ അവരതിനെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെത്രയോ വേദനയോടെ ആയിരിക്കണം ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു വിഷമമാണ്. അപ്പോൾ അവിടെ കാണാൻ കഴിയും ഒരു കാറ്റാടി കാറ്റത്ത് ഇങ്ങനെ ആടുന്നു. അവർ കുഞ്ഞിന് ചിലപ്പം ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആയിരിക്കും അവരിവിടെ വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് വന്ന് കാണുമ്പം നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നാട്ടിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. സെമിട്രി ഡെക്കറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവായിരിക്കാം, ഞങ്ങൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തപ്പം ഈ ഒരു ഭാഗം കൂടെ കവർ ചെയ്തെടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതാണ്. നമ്മൾ അപ്പുറത്തൊക്കെ കാണുന്നതൊക്കെ വീടുകളാണ്. ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ താമസിക്കുന്നുണ്ട്. അപ്പം ഇവിടെ കാറിൽ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. വന്ന് അവർ പ്രാർത്ഥിച്ച് പുല്ലൊക്കെ വെട്ടി പൂക്കളൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്, മെഴുകുതിരികളൊക്കെ കത്തിച്ച്. അപ്പം ഓരോ മെമ്മറി ദിവസം അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ഉള്ള ദിവസങ്ങളിലൊക്കെയാണ് അവർ വന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉള്ളത്. എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം വളരെ വിഷമം തോന്നി ഒരു അവസ്ഥയായിരുന്നു.
അപ്പോൾ ഇവിടെ എല്ലായിടത്തും അവരിങ്ങനെ നടക്കാനായിട്ട് മിഡിൽ ഭാഗത്ത് നമുക്കിങ്ങനെ റോഡും വണ്ടി പോകാനായിട്ടുള്ള ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം നമ്മളിങ്ങനെ കണ്ടത് ക്രിസ്ത്യൻ സെക്ഷനായിരുന്നു. ഇപ്പോൾ ഇവരിങ്ങനെ ഭാഗിച്ചിട്ട് ഇവിടെ ഇങ്ങനെ മുസ്ലിം സെക്ഷൻ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ വരുന്നത് മുസ്ലിം സെക്ഷന് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ ചുറ്റും വീടുകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ ആൾക്കാർ എന്തൊക്കെയോ മെയിൻ്റെനൻസ് പണികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കല്ലറ കണ്ടപ്പം ഭയങ്കര ഒരു അത്ഭുതം തോന്നി. കാരണം അവരവിടെ വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു സ്റ്റാച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മഡിൻ്റെ ചെയ്തതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് വട്ടം കൂടി ഒരു ഫാമിലി എല്ലാവരും കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കാം അവരങ്ങനെ അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ വേറെ എവിടെയും അങ്ങനത്തെ സ്റ്റാച്ചു ആയിട്ടൊന്നും കണ്ടിട്ടില്ല. കണ്ടപ്പോൾ പ്രത്യേകതരം ഒരു ഫീലിംഗ് തോന്നി. കാരണം എല്ലാവരും അവരുടെ ഫാമിലിയുടെ എല്ലാവരുടെയും ഒരു ഓർമ്മയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു ഫീലിംഗ് ആയിട്ട് ആ ഒരു സ്റ്റാച്ചു എനിക്ക് ഫീൽ ചെയ്തു.